കൂട്ടുകാരനെവിടെ? ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ? ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ? ഉമ്മമാരെ, ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ? ഇല്ലല്ലോ. പലരും പിരിഞ്ഞു പോയില്ലേ? അതൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ്. എന്തിന്? നമ്മളൊന്ന് ഒരുങ്ങാൻ, മരണത്തിന് വേണ്ടി തയ്യാറാകാൻ. അല്ലാഹു നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ. മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം. ഇരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികൾ ഏൽക്കുന്ന അവസ്ഥയെ പറ്റി ഓതിയ ആയത്തുകളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിടുമ്പോ അതിനു മുമ്പ് സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റുഭാഗത്തും അവർ നിൽക്കുന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞ മഹാന്മാരുണ്ട്, അവർക്ക് കൈകൊടുത്തവരുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ സ്വന്തം കിടക്കുന്ന വീട്, റൂമിന്റെ ഉൾഭാഗം ഒന്നടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ച് അതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും എത്രയെല്ലാം പൂശാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങളങ്ങ് മാറി നിന്നോളൂ, ഇനി നിങ്ങൾ അല്പനേരം കഴിഞ്ഞു വന്നാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്, റൂമിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് സംഭാഷണമാണ്. അവിടെ ആരോടാ സംവദിക്കുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. നേരെ ചൊവ്വേ വിശ്വാസവും കർമ്മവും സമന്വയിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയവർ, വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ വൈകല്യം സംഭവിച്ചവരല്ല. റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ, റബ്ബ് അല്ലാഹു ആണെന്നും അല്ല വിശ്വസിക്കാൻ പറഞ്ഞ സകലം വിശ്വസിച്ച് ഇസ്തിഖാമത്തിലായി മുന്നോട്ട് നീങ്ങിയ ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ സമീപത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഫ്സീർ വിശദീകരിച്ചപ്പോ മരണത്തിന്റെ നേരത്താണോ അല്ല ബഅസിന്റെ നേരത്താണോ ഖബറിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവർകൾ പറഞ്ഞു, ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കലാണ്. മരിക്കുമ്പോൾ മാത്രമല്ല, ഖബറിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, ഖബറിലെത്തിയാൽ മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂൻ. ഒന്നും ഭയക്കേണ്ടതില്ല. എന്ത് ഭയപ്പെടാൻ? ഇനി വരുന്ന ഖബറിനെ കുറിച്ച്, അതിനുശേഷം വരുന്ന പുനർജീവിതത്തെ കുറിച്ച്, ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും പേടിക്കേണ്ടതില്ല. വലാ തഹ്സനൂ. 60 കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ, ഒരു 40 കൊല്ലം കഴിഞ്ഞില്ലേ, അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ട് അവർ പറയുന്നത് നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്, നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ്. ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, ഒന്നും വിഷമിക്കണ്ട.
മലക്കുകൾ വന്ന് പറയുന്ന സാഹചര്യം. അതേ, ഇവിടെ തന്നെ പല ഹൽഖകളിലും പല ഹദ്റകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലത്തെ മഹാന്മാർ മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സഹോദരങ്ങളെ, ആ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് സന്തോഷ വാർത്തയുമായി മലക്കുകൾ വരുന്നതാണ്. വിവിധ രൂപങ്ങളിലല്ലേ മലക്കുകൾ വരാറുള്ളത്, ഒരേ രൂപത്തിലല്ലല്ലോ. നിങ്ങൾ നോക്ക്, മരിച്ചു കഴിഞ്ഞ് ജനാസ കൂടെ പോകുമ്പോ, ജനാസ കൊണ്ടുപോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ജനാസ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ച പക്ഷികളതാ പറന്നു പോകുന്നു. പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട്. ഞങ്ങൾ കണ്ടത് കറുപ്പും വെളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബദറിൽ കണ്ടത്. മുശ്രിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ, അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത്, വേറെ കുറെ രൂപങ്ങളാ കണ്ടത്. മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല. മലക്കുകളല്ലേ ആ വന്നത്, വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത്. ഇതേ രൂപത്തിൽ പച്ച പക്ഷികൾ ആ ജനാസയുടെ കൂടെ നടക്കുന്ന ജനാവലിയെ പൊതിഞ്ഞുകൊണ്ടുപോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് 40,000 ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു. കാരണം അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഒരു സാധാ മനുഷ്യനല്ല. അവർക്ക് ബിശാറത്തേകാൻ, അവർക്ക് സന്തോഷമേകാൻ ഒരുപാട് അത്തരത്തിലുണ്ടാകാറുണ്ട്. ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിറായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സ്വഹാബത്ത് കൊണ്ടുപോകുമ്പോ ഖബറിലേക്ക് വെക്കുന്ന സമയം ഒരു പക്ഷി അതാ കഫംപുടയുടെ ഉള്ളിലേക്ക് തായോട്ടിറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല. ഖബറിലേക്ക് ജനാസ വെച്ചപ്പോ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന ആളല്ല, ഓതുന്ന ആളാരും കാണുന്നില്ല. നമ്മളൊക്കെ സാധാരണ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ച് ഓതുന്ന ഓത്ത് ഖബറിലേക്ക് ജനാസ വെച്ചപ്പോഴേക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുബ്ഹാനല്ലാഹ്, ആരാണിത് ഓതുന്നത്? എവിടെ നോക്കിയിട്ടും ഓതുന്ന ആളെ കാണുന്നില്ല. നമ്മളല്ലേ തൽഖീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത്, അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല. എന്താ വിളിച്ചു പറയുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിലേക്ക് സായുജ്യമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിലേക്ക് ഒതുങ്ങിച്ചേർന്ന ഇണങ്ങിച്ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന ശരീരമേ, നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങുക. റാദിയത്തൻ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും, മർദിയത്തൻ, അല്ലാഹുവിന്റെ സവാബിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമകളിൽ നിന്ന് അല്ലാഹു പേരെടുത്തു പറഞ്ഞ് ഇഷ്ടദാസന്മാരിൽ നീ ചേരുക. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കുക. എന്തൊരു സന്തോഷ വാർത്തയാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ, അവരുടെ മരണം കാണുമ്പോ, മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ, മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ, മരണത്തെക്കുറിച്ച് സന്തോഷം പറഞ്ഞവരില്ലേ? റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? മഹാനവർകൾ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ
അങ്ങ് മരണപ്പെട്ടു. റബീഉ ബിൻ ഖിറാശ് തങ്ങളെ ജനാസ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങൾ അതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ട് അങ്ങ് മൂടിയപ്പോ ആ മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, അസ്സലാമു അലൈക്കും. മരിച്ചു കഴിഞ്ഞ് കഫൻ ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത്. മറുപടി പറഞ്ഞു, വഅലൈക്കുമുസ്സലാം. അത് മിത്താ, നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കിടക്കുന്ന ജനാസ പറയുന്നത്, കഫനിലായി പൊതിയുന്ന ജനാസ പറയുന്നത്, ബലാ, ഞാൻ മരിച്ചിട്ടുണ്ട്. വലാകിൻ ലഖീതു ബഅദകും റബ്ബീ, നിങ്ങളിൽ നിന്ന് എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ, എന്റെ റബ്ബിനെ ഞാൻ അഭിമുഖീകരിച്ചു. വലഖിയനീ ബിറൗഹിൻ വറൈഹാൻ, അല്ലാഹു എന്നെ സ്വീകരിച്ചത് സന്തോഷത്തോടെയും നല്ല റാഹത്തോടെയും റഹ്മത്തോടെയുമാണ്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീന ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. അല്ലാഹുവിനോട് സമീപ്യം പുലർത്തി, അല്ലാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ ഫറൗഹുൻ വറൈഹാൻ, മരണവും മരണാനന്തരവും ഫറൗഹുൻ സന്തോഷമാണ്, വറൈഹാനുൻ സൗന്ദര്യമാണ്, ആനന്ദമാണ്, റഹ്മത്താണ്, വജന്നതു നഈം സർവ അനുഗ്രഹങ്ങളുടെയും ഉദ്യാനവുമാണ്. റബ്ബ് എന്നെ അങ്ങനെയാണ് അഭിമുഖീകരിച്ചത്. റബ്ബുൻ ഗൈറു ഗദ്ബാൻ, ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപിക്കുന്ന റബ്ബല്ല, എന്നെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി. സുമ്മ കസാനി സിയാബം മിൻ സുന്ദുസിൻ അഖ്ളർ, പിന്നെ എനിക്ക് സ്വർഗത്തിലെ പച്ചപ്പട്ട അല്ലാഹു എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട്. അതേ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ എനിക്ക് അല്ലാഹു സമ്മതം, നിങ്ങളോടൊന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ചപ്പോ അല്ലാഹു എനിക്ക് സമ്മതം തന്നതാ.